മുക്കാലവും അത്തവും ചിത്തിരത്തിരയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് കർമ്മസ്ഥാനത്ത് ബലം കാണുന്നത് തന്നെ കർമ്മപുഷ്ടിക്കും ദൈവാധീനം കാണുന്നത് കർമ്മരംഗത്ത് നേട്ടങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് ഈ ഒരാഴ്ചക്കാലം സാഹചര്യമുണ്ട്. കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായ സ്ഥാനക്കയറ്റങ്ങളും സമ്മാനങ്ങളൊക്കെ ലഭിക്കുന്നതിനുള്ള യോഗവും ഈ നക്ഷത്രക്കാർക്ക് പറയുന്നുണ്ട്. വിദേശ യാത്രകൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യമാണ്. ഏറെ നാളായിട്ട് നിലനിന്നിരുന്ന വിവാഹ തടസ്സങ്ങളൊക്കെ മാറി ഉത്തമമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനും ദാമ്പത്തിക ജീവിതത്തിലെ പരസ്പര അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി ഐക്യതയോടുകൂടി കഴിയുന്നതിനുള്ള യോഗങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം ഈ നക്ഷത്രക്കാർക്ക് പറയാം. ഗൃഹസ്ഥാനത്ത് പൊതുവെ സമാധാനപരമായിരിക്കുന്ന അന്തരീക്ഷമായിരിക്കും ഈ ഒരാഴ്ചക്കാലം പറയുന്നത്. ഇരുചക്ര വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ വളരെ ഗൗരവമായിട്ട് ശ്രദ്ധിച്ചു വേണം വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനായിട്ട്. ശരീരത്തിൽ ക്ഷതം പറഞ്ഞിരിക്കുന്നതിനാൽ വീഴ്ച പതനത്തിനുള്ള യോഗങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചു വേണം ഈ നക്ഷത്രക്കാർ കൈകാര്യം ചെയ്യാനായിട്ട്. ഇവരുടെ ദോഷശാന്തിക്കായിട്ട് ഗണപതി ഭഗവാന് കറുകമാല സമർപ്പിക്കുന്നതും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാഞ്ജലി നടത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. ചിത്തിരത്തരയും ചോതിയും വിശാഖത്തിൽ മുക്കാലും ഉൾപ്പെടുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഫലങ്ങളാണ്. തൊഴിൽ രംഗത്ത് ഏറെ നേട്ടങ്ങൾ കൈവരിക്കാനുള്ള യോഗങ്ങൾ കാണിക്കുന്നുണ്ട്. മറ്റുള്ളവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കാൻ ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യത്തിൽ ഗൗരവപരമായിട്ട് തന്നെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. എല്ലാ കാര്യങ്ങളും നിസ്സാരമായിട്ട് കാണാതിരിക്കാൻ വേണ്ടി ഈ നക്ഷത്രക്കാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക.